السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും കേരള വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട ടി എം ബാപ്പു മുസ്ലിയാർ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ കോഴിക്കോട് ജില്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഉമർ പൈലി മുക്കം, ഈ സ്ഥാപനത്തിൻ്റെ അഭിവന്ദ്യനായ പ്രസിഡന്റ് സയ്യിദ് ഹംസ ബാപ്പക്ക് തങ്ങൾ, ബഹുമാനപ്പെട്ട കെ എ റഹ്മാൻ ഫൈദി ഉസ്താദ്, അങ്ങനെ സ്റ്റേജിലും സദസ്സിലുമുള്ള ഉലമാക്കളെ, സാദാത്യങ്ങളെ, നേതാക്കളെ, ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ സ്മാരക ഇസ്ലാമിക് സെൻ്ററിൻ്റെ കീഴിലുള്ള ജാമിയ യമാനിയുടെ 16-ാം വാർഷിക 5-ാം സന്നദ്ധാന സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇവിടെ ചെയ്ത മുഴുവൻ സഅയ്യുകളും എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ നമ്മെയും നമ്മുടെ സഹായികളെയും അല്ലാഹു ഒരുപാട് ആയുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതുകൊണ്ട് തന്നെ ആ കർത്തവ്യത്തിലേക്ക് മാത്രം കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മഹത്തായ സ്ഥാപനം 16-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾക്ക് ഒരു ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സ്മാരകം വേണമെന്ന് ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാർ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായി തന്നെ കേരളത്തിലൊരു സ്മാരകം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അബ്റല്ലാഹു മർക്കദഹു ബഹുമാനപ്പെട്ടവർ ചെയർമാനായിക്കൊണ്ട് ഒരു 150ഓളം വരുന്ന ജനറൽ ബോഡി മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുന്നത് 2000-ലാണ്. ആ വർഷം തന്നെ അതിൻ്റെ കീഴിലൊരു ജാമിയ യമാനിയ അറബി കോളേജും തുടങ്ങുക എന്നത് ആ സമിതി തീരുമാനിച്ച ആദ്യത്തെ തീരുമാനമാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞു, ജാമിയ യമാനിയ എന്ന് തന്നെ ആയിക്കൊള്ളട്ടെ. ശംസുൽ ഉലമയുടെ അസ്ൽ നാട് യമനാണല്ലോ. കേരളത്തിലെ അഹ്ലു ബൈത്ത് സാദാത്യങ്ങളും ഹദറമൗത്തിൽ നിന്ന്, യമനിൽ നിന്ന് ഈ രാജ്യത്തേക്ക് കൊടിയേറി പാർത്തിരിക്കുന്ന മഹാന്മാരാണ്. അവരൊക്കെ അഭിപ്രായം പറഞ്ഞത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. പാർണൂർ പി ഇബ്രാഹിം മുസ്ലിയാർ പ്രിൻസിപ്പാളായിക്കൊണ്ട് 60 വിദ്യാർത്ഥികളോടുകൂടി കുറ്റിക്കാട്ടൂർ ടൗൺ പള്ളിയിൽ തുടക്കം കുറിക്കുകയും 1-ാം വാർഷികത്തോടുകൂടി ഇവിടെ ഈ കാണുന്ന ചെറിയ പള്ളിയിലേക്ക് ആ സ്ഥാപനം മാറ്റി സ്ഥാപിക്കുകയുമായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഓരോ പടിയും അങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരുന്നു. 5 വർഷത്തിന് ശേഷം
ഇവിടെ മുത്തവൽ തുടങ്ങാൻ തീരുമാനിച്ചു. MT അബ്ദുള്ള മുസ്ലിയാറിൻ്റെ നേതൃത്വത്തിൽ മുത്തവൽ കോളേജ് ആരംഭിച്ചു. ഇതിനൊക്കെ കാർമ്മികത്വം നൽകിയിരുന്നത് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരായിരുന്നു. ഇന്ന് ആ മഹാൻ നമ്മോടൊപ്പമില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഏത് പരിപാടിയിലും ബഹുമാനപ്പെട്ടവരുടെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം നമുക്ക് ലഭിച്ചിരുന്നു. അവസാനമായി ആ മഹാൻ നമ്മോട് വിട പറഞ്ഞത് പറയുന്നതിൻ്റെ തൻ്റെ അവസാനത്തെ പ്രഭാഷണം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി കോഴിക്കോട്ട് സംഘടിപ്പിച്ച മീലാദ് പ്രഭാഷണത്തിലെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണമായിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ഒരു പൊതുപരിപാടിയിലും സംബന്ധിച്ചിട്ടില്ല. അങ്ങനെ കേരളത്തിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തലോടലോടുകൂടിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഓരോ പ്രവർത്തനവും ഇന്നേ വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ സ്ഥാപനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 500ഓളം വരുന്ന ആലിമീങ്ങൾ ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് സമുദായ രംഗത്ത്, ദീനീ ഖിദ്മത്തിൻ്റെ രംഗത്ത് ഇന്ന് നിലകൊള്ളുകയാണ്. മംഗലാപുരം, അതുപോലെ തന്നെ ലക്ഷദ്വീപിലും ഗൂഡല്ലൂരിലും, അങ്ങനെ കേരളത്തിൻ്റെ പുറത്ത് വിവിധ മേഖലകളിലും ഉള്ള പഠിതാക്കൾ ഇവിടെ വന്ന് പഠിച്ച് സനത് വാങ്ങുന്നവരിൽ, ഇന്നിവിടെ മുന്നിലിരിക്കുന്നവരിൽ തന്നെ ധാരാളം കാണാം. അൽഹംദുലില്ലാ, സ്ഥാപനത്തിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ തുവക്കുന്നിൽ ഒരു യമാനി അക്കാഡമിയും ഹിഫ്ദുൽ ഖുർആൻ കോളേജും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 100ഓളം വിദ്യാർത്ഥികൾ ആ മഹത്തായ സ്ഥാപനത്തിലും പഠിച്ചു വരികയാണ്. 10 വർഷമായി ആ സ്ഥാപനം വളരെ നല്ല നിലക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 16ാം വാർഷികം. ഇവിടെ 16ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളും പദ്ധതികളും ഇതിൻ്റെ മുന്നിലുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതെല്ലാം തുടങ്ങാനും പൂർത്തീകരിക്കാനും തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ 40 വിദ്യാർത്ഥികൾ എടുത്തുകൊണ്ട് 12 വർഷത്തെ അക്കാഡമി 4ാം ബാച്ചിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ വർഷവും 40 വിദ്യാർത്ഥികളെ ഇവിടെ വന്നു ചേരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള ബിൽഡിങ്ങും ക്ലാസ് റൂമും അത് ഓരോ വർഷവും അങ്ങനെ നിർമ്മിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്ഥായിയായ വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് നാം 3 വർഷം മുമ്പ് ആരംഭിച്ചിരിക്കുന്ന ശംസുൽ ഉലമ യമാനിയ ടവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ KSRTയുടെ മുമ്പിൽ അത് ഇന്ന് 4 നില ഉയർന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് ഈ സ്ഥാപനത്തിന് ഉപകാരപ്രദമായ രൂപത്തിൽ നമുക്ക് അതിനെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. വലിയ ഒരു സംഖ്യ ചെലവ്, 2.5 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു വലിയ ബിൽഡിങ്ങാണ് അവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമുദായത്തിലെ ഉദാരമതികളായ സമ്പന്നന്മാരായ ആളുകളുടെ സഹായം അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ലഭിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, അതിന് സഹായിച്ചവരൊക്കെ അള്ളാഹു അവരെ സഹായിക്കട്ടെ. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ മഹത്തായ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ അവറുകളാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മളെല്ലാമായ സ്ഥാപനത്തിൻ്റെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം, വഫാത്തിന് ശേഷം ഇതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുകയും ഇതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും പ്രാർത്ഥന നടത്തുകയും നിർദ്ദേശങ്ങൾ നടത്തുകയും ചെയ്യുന്ന മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അള്ളാഹു
ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഈ സമുദായത്തിന് ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ പ്രാർത്ഥന നടത്തേണ്ടിയിരുന്നത് MT അബ്ദുള്ള മുസ്ലിയാരായിരുന്നു. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് ആഗ്രഹിക്കുന്നു. ആലിക്കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ ഈ പരിപാടിയിൽ വന്നു ചേരും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സ്ഥാപനത്തിലെ നിന്ന് പഠിച്ചിറങ്ങിയ 50 ആലിമീങ്ങൾക്ക് സനദ് നൽകുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകളാണ്. ബഹുമാനപ്പെട്ടവർ തന്നെയാണ് സനദാന പ്രസംഗവും നടത്തുന്നത്. ബഹുമാനപ്പെട്ടവരെയും ഈ വേദിയിലേക്ക് ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബും MT അബ്ദുൽ വഹാബ് സാഹിബും ഇവിടെ വന്ന് ഇവിടെ ഈ സദസ്സിൽ പങ്കെടുത്ത് ഇപ്പോൾ തന്നെ പുറത്തു പോയിരിക്കുകയാണ്. അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേകമായ നിർദ്ദേശമുണ്ട്, മതചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല. കമ്മീഷൻ മനസ്സിലാക്കിയത് ഇത്തരം മതചടങ്ങിലൊക്കെ പങ്കെടുത്താലേ സ്ഥാനാർത്ഥികളൊക്കെ വിജയിക്കുള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തോ ആവട്ടെ, അവരിവിടെ വന്ന് നമ്മളെ സന്തോഷത്തിൽ പങ്കെടുത്തിട്ട് അവർ തിരിച്ചു പോയിരിക്കുന്നു. അവർക്കും അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം നേരിടുകയാണ്. പിന്നെ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ പങ്കെടുത്ത് പ്രസംഗിക്കേണ്ടതുണ്ട്. ഉമർ മുസ്ലിയാർ കോഴിക്കോട്, അതുപോലെ തന്നെ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ, ചേലക്കാട് അഹമ്മദ് മുസ്ലിയാർ, അതുപോലെ അബ്ദുൽ ഹമീദ് ഫൈലി, അവർക്ക് ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വന്നു ചേരും. അവരുടെ അസാന്നിധ്യത്തിൽ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന റഹ്മാൻ ഫൈലി, ഉമർ ഫൈലി മുക്കം, ഇവരൊക്കെ ഈ വേദിയിൽ എത്തിച്ചേർത്തിട്ടുണ്ട്. അവർക്ക് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ബാബു മുസ്ലിയാരുടെ TM ബാബു മുസ്ലിയാർ, കാസർഗോഡ് ഖാദിയായിരുന്ന വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡൻ്റായിരുന്ന ബാബു മുസ്ലിയാരുടെ സഹോദരൻ അബു മുസ്ലിയാർ ഇവിടെ നമ്മുടെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് മാന്യവ്യക്തികൾ ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് PI ഇബ്രാഹിം ഹാജി സാഹിബ് അവറുകളാണ്. 8 മണിയോടുകൂടി അതിന് ശേഷം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒരുപാട് പ്രമുഖ വ്യക്തികൾ ഈ സമ്മേളനത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട നാസർ ഫൈദി കൂടത്തായി, അതുപോലെ തന്നെ CKK മാണിയൂർ ശംസുൽ ഉലമയുടെ ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തകനാണ് CKK മാണിയൂർ സാഹിബ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ സ്വാസംഘം വർക്കിംഗ് കൺവീനർ കൂടിയായ KP കോയ സാഹിബ്, ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ഉസ്താദുമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട മുസ്തഫ ദാരിമി, ഷറഫുദ്ദീൻ ഹൈത്തമി, അതുപോലെ തന്നെ മുനീർ ഫൈലി, അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ ഉസ്താദുമാരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. മൂസ മൗലവി, NK യൂസുഫ് ഹാജി, ഹംസ, അതുപോലെ തന്നെ ദീവാർ സൈനാജി, ഈ സ്ഥാപനത്തിൻ്റെ ട്രഷറർ ബഹുമാനപ്പെട്ട മർക്കാർ ഹാജി, അതുപോലെ തന്നെ സിംല മൂസക്കോയ ഹാജി, മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ മകളുടെ ഭർത്താവ് ഉമർ കോയ ഹാജി, അങ്ങനെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകമായൊരു കാര്യം അറിയിക്കാനുള്ളത്, ഇവിടെ ഒരു പ്രകാശന ചടങ്ങ് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻറ്റ് 16 വർഷമായി ഈ സ്ഥാപനത്തിൻ്റെ ഇളക്കമില്ലാത്ത പ്രസിഡൻറ്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പക്കി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ഹംസ ബാപ്പക്കി തങ്ങളെ ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു പ്രകാശനം നടക്കുകയാണ്. ഫറായിദിനെ സംബന്ധിച്ച്, അനന്തര സ്വത്ത് ഓഹരി ചെയ്യുന്നതിനെ സംബന്ധിച്ച് നല്ലൊരു CD
ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ഉസ്താദായ മുസ്തഫ ദാരിമി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു CD അല്ല, ഒരു സോഫ്റ്റ്വെയർ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യാൻ. അതിൽ 3 കോടിയോളം, അതായത് കോടിക്കണക്കിൽ മസ്അലകളിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ടുള്ള വലിയൊരു സോഫ്റ്റ്വെയറാണ്. അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അത് പഠിക്കാൻ പഠിതാക്കൾക്ക് സൗകര്യമാണ്. ഖാദിമാർക്കും മുഫ്തിമാർക്കും പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും, മലയാളത്തിലാകുമ്പോൾ സാധാരണക്കാർക്കും ഉപകാരപ്രദമായ ലോകത്ത് ആദ്യമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് ജാമിയ യമാനിയയിലെ പ്രധാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ട മുസ്തഫ ദാരിമി ബഹുമാനപ്പെട്ടവർ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇന്ന് നമ്മുടെ പത്രങ്ങളിലൊക്കെ, ചന്ദ്രി അടക്കമുള്ള പത്രങ്ങളിലൊക്കെ നിസ്കാരത്തിൻ്റെ ടൈമൊക്കെ അദ്ദേഹമാണ് ഇപ്പോൾ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദാറുൽ ഇസ്ലാമിക് അക്കാഡമിയിൽ റിസാലയൊക്കെ കൊടുത്തിരുന്ന ഒരു മഹാനായ പണ്ഡിതനാണ് മുസ്തഫ ദാരിമി. പക്ഷേ അദ്ദേഹം പ്രസംഗിക്കില്ല, സദസ്സിൽ ദ്വാർക്കില്ല, വേറെ പരിപാടിയൊന്നും പങ്കില്ല. അദ്ദേഹം പഠനം തന്നെ, അദ്ദേഹത്തിൻ്റെ 24 മണിക്കൂറും പഠനവും ചികിത്സയും ദർസും. അങ്ങനെ ഒരു മഹാനായ പണ്ഡിതൻ, മഹാനായ സയ്യിദ് മുഹമ്മദ് GP മുത്തുക്കോയത്തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ കേട്ടോ ദാരിമിയാണ്. സലീം ദാരിമി എന്ന് പറയുന്ന ചരളയിലെ സലീം ദാരിമിയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. സലീം ദാരിമിയും ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട മുദരിസാണ്. അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണമാണ് നാളെ, അതുകൊണ്ട് അദ്ദേഹം ഇന്നിവിടെ വന്നു ചേർന്നിട്ടില്ല. അങ്ങനെയുള്ള വലിയ ഒരു സംഭവം ഇവിടെ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്യുകയാണ്. ആ CD ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. 250 രൂപയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി 250 രൂപക്ക് 1000 രൂപയോളം അതിന് വില കൽപ്പിക്കാം. അങ്ങനത്തെ ഒരു CD 250 രൂപക്ക് ഇവിടെ വെച്ച് വിതരണം ചെയ്യുമെന്ന് പ്രത്യേകം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ക്ഷണിക്കുകയാണ്. പ്രത്യേകമായൊരു കാര്യം അറിയിക്കാനുള്ളത്, നൗഷാദ് ബാക്കവി ചെറിയങ്കീർ ബഹുമാനപ്പെട്ടവരാണ് ഇവിടെ ഈ സദസ്സിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്, വഅദ് നടത്തുന്നത്. അദ്ദേഹം ഈ സന്നദ്ധാന പരിപാടി കയ്യലോടുകൂടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിൽ ജനങ്ങളും ഈ സദസ്സിലേക്ക് വന്നു ചേരും. അവരെയും അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന എല്ലാ മുഅ്മിനീങ്ങളായ ആണുപെണ്ണുങ്ങളെയും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ബഹുമാന്യ വ്യക്തികളെയും ഈമാനുള്ള മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.